എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? 2-3 ദിവസമായിട്ട് എനിക്കൊരു തലവേദന പിടിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര ഡോള കഴിച്ചിട്ടൊന്നും കുറവില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴുണ്ട് ഇതാ കിടക്കുന്നു ഒരു പാമ്പ്. ഇത് അല്ലുവിൻ്റെ ടോയ് ആണ് കേട്ടോ. ആര് കണ്ടാലും പാമ്പെന്ന് വിചാരിക്കത്തുള്ളൂ. പെട്ടെന്ന് ഞാൻ ചവിട്ടിപ്പം പാമ്പെന്നാണ് വിചാരിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ പോകാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് തന്നെ തോന്നി ഇത് ഹോസ്പിറ്റലിൽ പോകണം, എൻ്റെ കയ്യിൽ നിൽക്കത്തില്ല. കാരണം എനിക്ക് രാവിലെ ഇപ്പോൾ തലകറക്കം കൂടി, ഒരു കഴുത്തിൻ്റെ ഒരു സൈഡിൽ നല്ല പെയിൻ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു തൊട്ടടുത്തുള്ള ഒരു ഗവൺമെൻറ് ക്ലിനിക്കിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇരിക്കുന്നത് തന്നെയാണ്. ഒരുപാട് നേരം ക്യൂ നിന്ന് OP ടിക്കറ്റ് എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഉണ്ട് സ്കൂളിൽ നിന്നൊരു കോള്. എനിക്ക് തീരെ വയ്യ, വയറുവേദനയാണ്, അമ്മ ഇത്രയും പെട്ടെന്ന് എത്തണം. തീരെ വയ്യാതെയാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ പിക്ക് ചെയ്യാൻ പോകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു. ഈ ഇരിക്കുന്നവളെ കണ്ട ആർക്കെങ്കിലും തോന്നുമോ എന്തെങ്കിലും അസുഖമുള്ളതാണെന്ന്? എനിക്ക് ഒട്ടും തോന്നിയില്ല കേട്ടോ. എനിക്ക് പിന്നെ വഴക്ക് പറയാനും തോന്നിയില്ല. ഞാൻ ഉടൻ തന്നെ അവളെയും എന്നെ ഒരുമിച്ച് ഡോക്ടറെ കാണിച്ചു. അപ്പോൾ എനിക്ക് അതിനിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റും ഷുഗർ ടെസ്റ്റും എല്ലാം എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നത് ഹൈ BP ആണെന്ന്. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ BP വരാൻ, ഒത്തിരി ടെൻഷൻ ഉണ്ടോ എന്നൊക്കെ ഡോക്ടറിനോട് ചോദിച്ചു. സത്യത്തിൽ എനിക്കങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല കേട്ടോ. എന്ത് പറ്റിയെന്ന് എനിക്കും അറിയത്തില്ല. അപ്പം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ വോയിസ് ഓവർ ചെയ്യുമ്പോൾ പോലും എനിക്ക് തീരെ വയ്യ കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ടാബ്ലറ്റ് ഒന്നും തരാൻ പറ്റത്തില്ല. 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് BP ചെക്ക് ചെയ്തതിന് ശേഷം ഫിസിഷ്യനെ കാണിക്കാനാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് ചേട്ടൻ എനിക്ക് ചോറൊക്കെ ഊണ് മേടിച്ച് തന്നായിരുന്നു. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, കഴിക്കാൻ ടൈമും കിട്ടിയിട്ടില്ലായിരുന്നു. അതിനിടയ്ക്ക് ഇവളുടെ കരച്ചിലും ബഹളവും. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. കാരണം ഇവൾ ഉച്ചയ്ക്ക് ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഉച്ചയ്ക്കല്ല, 11 മണിക്ക് സ്കൂളിൽ നിന്ന് ചാടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്കിന്ന് ഉറക്കവും കിടപ്പും ഒന്നും നടക്കത്തില്ല. എന്തായാലും ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പോയി ഒന്ന് കിടക്കണം എന്നുള്ള ഒറ്റ ചിന്തയിലാണ് ഞാനിരിക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലത്തെ ചിക്കൻ കറിയും കൂടെ കഴിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് അത്ര ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈ ചമ്മന്തി ഉണ്ടോ, ചെമ്മീൻ ചമ്മന്തി, എന്താ ടേസ്റ്റാണെന്നറിയോ? നല്ല ടേസ്റ്റായിരുന്നേ. എന്നോട് ഉപ്പിടാതെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്താ ഉപ്പിടാത്ത തൈര് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തൈര് ഭയങ്കര ഇഷ്ടം. ഇവിടെ വീട്ടിലുണ്ടാക്കി തൈരുണ്ട്, നല്ല ടേസ്റ്റ്. ഇത് കണ്ടോ, കപ്പ, നല്ല കപ്പ കേട്ടോ. ഇന്നലെ വീടിൻ്റെ താഴത്തെ വീട്ടിലെ ചേച്ചി തന്നതാണ്. നല്ല ടേസ്റ്റാണ്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇന്ന് ചൂടാക്കി എടുത്തതാണ്. അത് മാത്രമല്ല, ഈ ഊണ് താഴത്തെ വീട്ടിലെ ചേനയും ചേച്ചി മെസ്സ് നടത്തുന്നതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാട്ടോ, ഭയങ്കര കൈപ്പുണ്യ ചേനയും ചേച്ചിക്കും. 70-80 രൂപയുടെ റേറ്റേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ടാറ്റ ബൈ ബൈ, സീ യു.